Today we are moving on to the new session, that is the product life cycle. ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്താണ്, അതിൻ്റെ പല സ്റ്റേജസ് എന്താണ്, ഇതെല്ലാമാണ് ഈ പ്രാവശ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വി വോണ്ട് ടു സീ വാട്ട് ആർ ദ മേജർ സ്റ്റേജസ് ഓൺ എ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി ആൻഡ് ഡിക്ലൈൻ. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും പല സ്റ്റേജിലൂടെ നമ്മുടെ എല്ലാവരുടെ ലൈഫ് പോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ലൈഫും പല സ്റ്റേജസിലൂടെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിൽ ചിലപ്പോൾ നല്ല കാലമായിരിക്കും ഒരു പ്രൊഡക്റ്റിന്, അതേപോലെ ഒരു ചീത്തക്കാലവും ഉണ്ടാവും. പക്ഷെ പതുക്കെ ഏജ് ആകുന്നു, ദെൻ ടു ഇറ്റ്സ് ഡിക്ലൈൻ. അങ്ങനെ 4 സ്റ്റേജായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് സ്റ്റേജാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. ആ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലോഞ്ച് ചെയ്യുന്ന ടൈം. വെച്ചാൽ നമ്മളൊരു പ്രൊഡക്റ്റിനെ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നു ഒരു പ്രൊഡക്റ്റിനെ, അതിനെയാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് വളരെയധികം മാർക്കറ്റിംഗ് എഫേർട്സ് വേണ്ടി വരും. നമ്മുടെ ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത കാര്യം എല്ലാവരെയും അറിയിക്കണ്ടേ. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ആൾക്കാരെ അറിയിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം അല്ലെങ്കിൽ ഇൻറ്റൻസ് മാർക്കറ്റിംഗ് എഫേർട്സ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ ടാർഗറ്റ് മാർക്കറ്റിലേക്ക് അറിയിക്കുന്നു. അതേപോലെ കൺസ്യൂമേഴ്സ് ആ ഒരു ടെസ്റ്റ് ബേസിൽ ആദ്യമായി വാങ്ങാൻ പോകുന്നത്, ആ പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുന്നതും ഈ ഇൻട്രൊഡക്ഷൻ ഫേസിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഈ സ്റ്റേജിൽ നോക്കേണ്ടത്? ഫസ്റ്റ്, ദ ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ്. മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് ലൈക്ക് അഡ്വർടൈസിങ്ങും അതല്ലാതെ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസും എല്ലാം കൊണ്ടും, അതുപോലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും എല്ലാം ഹൈ ആയിരിക്കും. ദാറ്റ് ഈസ് എ ഫസ്റ്റ് ഫീച്ചർ. സെക്കൻഡ്, ഇൻറ്റൻസ് പ്രൊമോഷണൽ മെഷേഴ്സ്. പ്രൊമോഷണൽ മെഷേഴ്സ് വളരെ ഇൻറ്റൻസ് ആയി കൊടുക്കണം. എന്ന് വെച്ചാൽ പ്രൊമോഷണൽ മെഷേഴ്സ് നമ്മൾ അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിലും അതെല്ലാം ഇപ്പം വേറെ എന്ത് ഡിസ്കൗണ്ട്സ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോ പ്രൈസ്, പല സ്ട്രാറ്റജീസ് സ്കിമ്മിങ് ഉള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ പെനട്രേഷൻ സ്ട്രാറ്റജി യൂസ് ചെയ്യും. അങ്ങനെ അത് പ്രൊമോഷണൽ മെഷേഴ്സും വളരെ ഇൻറ്റൻസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ അവിടെ ലോ സെയിൽസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരിക്കലും ആദ്യം തന്നെ എല്ലാവരും ഇടിച്ച് വാങ്ങത്തില്ല നമ്മുടെ പ്രൊഡക്റ്റ്. സോ വി വോണ്ട് ടു ഗെറ്റ് പീപ്പിൾ വോണ്ട് ടു ഗെറ്റ് അക്കസ്റ്റഡ് വിത്ത് ദിസ് പ്രൊഡക്റ്റ്. അപ്പോൾ ലോ സെയിൽസ് ആയിരിക്കും, ലോ ഡിമാൻഡ് ആയിരിക്കും. സെയിൽസ് കുറയുന്നതിനനുസരിച്ച് പ്രോഫിറ്റും കുറവായിരിക്കും. കസ്റ്റമേഴ്സിനെ പക്ഷെ നമ്മൾ എൻകറേജ് ചെയ്യേണ്ട ടൈമായിരിക്കും ഈ ഇൻട്രൊഡക്ഷൻ ടൈം. അതേപോലെ കസ്റ്റമേഴ്സിന് ഒരു നോളജ് ഉണ്ടാവില്ല ഈ പ്രൊഡക്റ്റിനെ പറ്റി. അപ്പോൾ നമ്മൾ അഡ്വർടൈസ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ പല ക്യാമ്പയിൻസിലൂടെ എല്ലാം നമ്മുടെ പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അതേപോലെ കോമ്പറ്റീഷൻ വളരെ ലോ ആയിരിക്കും. നമ്മൾ പുതിയതായിട്ട് വന്ന പ്രൊഡക്റ്റ് ആകുമ്പോൾ ആ പ്രൊഡക്റ്റിന് ചിലപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ല, അല്ലെങ്കിൽ ഒരു കോംപ്ലിമെൻ്ററി പ്രൊഡക്റ്റ് ഇല്ലാത്തൊരു കേസാണെങ്കിൽ കോമ്പറ്റീഷനും വളരെ കുറവായിരിക്കും. ഇതൊക്കെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റുക. ദാറ്റ് ഈസ് ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റ് ഓപ്പറേഷൻ, ഇൻറ്റൻസ് പ്രൊമോഷണൽ മെഷേഴ്സ്, ലോ സെയിൽസ്, ലോ ഡിമാൻഡ്, ലോ പ്രോഫിറ്റ്. കസ്റ്റമേഴ്സ് ആർ എൻകറേജ് ടു ബൈ ദിസ് പ്രൊഡക്റ്റ്. Customers do not have any adequate knowledge about the product, and low or no competition in case if they don't have a substitute or a കോംപ്ലിമെൻ്ററി പ്രൊഡക്ട്സോ സബ്സ്റ്റിറ്റ്യൂട്ടോ ഇല്ലാത്ത വശം മാത്രമേ ഉള്ളൂ കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും. അപ്പം ഈ സ്റ്റേജ് നമുക്ക് നോർമലി പറയാം ഒരു ലക്കി സ്റ്റേജാണ്. ആ സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റ് റീച്ച് ചെയ്ത ഒരു ഡിസൈർഡ് കസ്റ്റമർ റേഞ്ചിനെ റീച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന് പിന്നെ ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാകുന്നത്. സോ ആഫ്റ്റർ ദിസ് ഇൻട്രൊഡക്ഷൻ ഫേസ് വിച്ച് ഇസ് എ ലാഗ് ഫേസ്, പതുക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സെയിൽസ് ആണെങ്കിലും ലേറ്റർ ഇറ്റ് വിൽ ബി ഹാവിങ് എ ഗ്രോത്ത് സ്റ്റേജ്. ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ, ഇൻട്രൊഡക്ഷൻ കഴിയുമ്പോൾ കൺസ്യൂമേഴ്സിന് എല്ലാവർക്കും നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി അവയർനെസ് കിട്ടി. ദേ നോ അബൌട്ട് അവർ പ്രൊഡക്റ്റ് ഡ്യൂ ടു ദ ഇൻറ്റൻസ് പ്രൊമോഷണൽ മെഷേഴ്സ് ദാറ്റ് വി ഹാവ് ഗിവൺ. സോ പീപ്പിൾ വിൽ സ്റ്റാർട്ട് ബൈയിങ് ആൻഡ് യൂസിങ് അവർ ന്യൂ പ്രൊഡക്റ്റ്. അപ്പോൾ ആ സ്റ്റേജ് കഴിയുമ്പോൾ പതുക്കെ നമ്മുടെ കോമ്പറ്റീഷനും കൂടും. നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നല്ലതാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് പുതിയ പ്രൊഡക്റ്റ് വരാം. അങ്ങനെയുള്ള കേസാണ് ഇതിൽ കാണുന്നത്. ദെൻ പ്രൊഡക്ട്സ് ബിക്കം മോർ പ്രോഫിറ്റബിൾ ഡ്യൂറിങ് ദിസ് സ്റ്റേജ്. ഗ്രോത്ത് സ്റ്റേജിലാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ പോകുന്നത്. പക്ഷെ നമ്മൾ ഉണ്ടാക്കി വെച്ച പ്രൊഡക്റ്റിനെ സെയിൽ ചെയ്യുകയായിരിക്കും. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ച് കുറവായിരിക്കാം. പിന്നെ സെയിൽസ് കൂടുമ്പോൾ നോർമലി അവർ പ്രോഫിറ്റ് വിൽ ഗ്രാജുവലി ഇൻക്രീസ്. ഇൻ ദിസ് സ്റ്റേജ് വി ക്യാൻ സീ റിഡക്ഷൻ ഇൻ കോസ്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ. മാസ് പ്രൊഡക്ഷൻ സ്ട്രാറ്റജീസ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റിഡക്ഷൻ ഇൻ കോസ്റ്റ് ക്യാൻ ബി സീൻ. സെക്കൻഡ്, ഇൻക്രീസ് ഇൻ ദ സെയിൽസ് വോളിയം കൂടും. ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്, ആസ് എ സെയിൽസ് ഇൻക്രീസസ് ദ പ്രോഫിറ്റ് വിൽ ഓൾസോ ഇൻക്രീസ്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ സെയിൽസ് കുറവാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രോഫിറ്റും കുറവെന്ന് പറഞ്ഞു. ബട്ട് ഇൻ ഗ്രോത്ത്, ആസ് എ സെയിൽസ് ഇൻക്രീസസ് ദ പ്രോഫിറ്റ് ഓൾസോ ഇൻക്രീസസ്. Then increase in demand. Customer get known about our product and they start using our product. In that case, demand for the product increase. ആദ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീരുമ്പോൾ നമ്മൾ പിന്നെയും പ്രൊഡക്റ്റ് വാങ്ങും കസ്റ്റമേഴ്സ്. അപ്പോൾ ഓൾറെഡി ദ ഡിമാൻഡ് വിൽ ഇൻക്രീസ്.
ദെൻ ഇൻക്രീസ് ഇൻ ദ കസ്റ്റമർ അവയർനെസ് ആൻഡ് നോളജ്. കസ്റ്റമറിൻ്റെ അവയർനെസ് കൂടും, ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള അറിവ് കൂടും, നോളജ് കൂടും. ദെൻ ഇൻക്രീസ് ഇൻ കോമ്പറ്റീഷൻ കൂടി വരും. ദെൻ സ്റ്റേബിൾ പ്രൈസ് ആയിരിക്കും. പക്ഷേ അവിടെ ഗ്രോത്ത് സ്റ്റേജിൽ നമുക്ക് ഒരിക്കലും കൂട്ടി അങ്ങ് വിൽക്കാൻ പറ്റില്ല ഒരു പ്രൊഡക്റ്റ്. ദർ വിൽ ബി സ്റ്റേബിൾ പ്രൈസ് ഫോർ ദി product. So these are the major features in a growth stage. That is reduction in cost, increase in sales volume, increase in profit, increase in demand as the people known to the product, then increase in the customer awareness and knowledge. They already understand what is the use of the product and that the product is available. So knowledge കൂടും. Then increase in the competition. നമ്മുടെ പ്രൊഡക്റ്റ് ആൾക്കാർ വാങ്ങുന്നു എന്നറിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോമ്പറ്റീറ്റേഴ്സ് വിൽ കം. ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടോ അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ്സ് ആയിട്ടോ വേറെ പല പ്രൊഡക്ട്സും വരും. സിമിലർലി സ്റ്റേബിൾ പ്രൈസ് ആയിരിക്കും. നമുക്കൊരിക്കലും അപ്പോൾ പെട്ടെന്ന് അങ്ങ് പ്രൈസ് കൂട്ടി വിൽക്കാൻ പറ്റത്തില്ല. സ്റ്റെബിലൈസ് ചെയ്യേണ്ടി വരും നമ്മുടെ പ്രൈസ് റേഞ്ച്. So these are the major features in a growth stage. That is the second stage of product life cycle. Now the third stage, നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഫേസ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് സെക്കൻഡ് ഫേസ് എത്തി, ആൻഡ് നൗ വി ആർ ഇൻ ദ തേർഡ് സ്റ്റേജ്, ദാറ്റ് ഇസ് ദ മെച്യൂരിറ്റി. മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സാച്ചുറേഷൻ എത്തുന്ന ടൈമായിരിക്കും. ഗ്രോത്ത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു മാക്സിമം പോയിന്റിൽ സ്റ്റഡി ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാവരും വാങ്ങി പോകുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ മെച്യൂരിറ്റി സ്റ്റേജ് തന്നെ. പിന്നെ അത് ഗ്രോ ചെയ്യാൻ ചാൻസ് വളരെ കുറവായിരിക്കുന്നൊരു സ്റ്റേജിനെയാണ് നമ്മൾ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ആ സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ മൊത്തത്തിൽ റീച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ മെച്യൂരിറ്റി റേറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഫേംസ് ഉണ്ടാവും, എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഒന്നും കിട്ടാതിരിക്കുന്ന ഫേംസ്. അങ്ങനെയുള്ള ഫേംസ് എല്ലാം ആ സ്റ്റേജിൽ ഇറങ്ങി പോകുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ പ്രൊഡക്റ്റിന് പല സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ, ഓൾട്രേഷൻ അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന കുറച്ച് സ്ട്രാറ്റജീസ് ഇല്ലേ, ലൈക്ക് പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ, പ്രൊഡക്റ്റ് സിംപ്ലിഫിക്കേഷൻ, alteration of the existing product, development of the new users for existing product, and also grading up, grading down, product differentiation. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ ലെക്ചറിൽ ഇൻക്ലൂഡ് ചെയ്ത ഇതെല്ലാം. ഈ സ്ട്രാറ്റജീസ് എല്ലാം യൂസ് ചെയ്യേണ്ടത് ഒരു ഗ്രോത്ത് സ്റ്റേജിൽ ഒരു മെച്യൂരിറ്റി സ്റ്റേജിലാണ്. മെച്യൂരിറ്റി ആകുമ്പോഴേക്ക് അത് സ്റ്റഡി ആയി പോകും. അല്ലെങ്കിൽ അത് ഇനിയും മാർക്കറ്റിൽ റീച്ച് ചെയ്യാൻ പറ്റിയില്ല, മാർക്കറ്റിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടണില്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ഇറങ്ങിപ്പോവും. അപ്പം അത് ഇറങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് പ്രൊഡക്റ്റ് സ്ട്രാറ്റജീസാണ് എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ, ഓൾട്രേഷൻ, ന്യൂ പ്രൊഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ്, അതുപോലെ ട്രേഡിംഗ് അപ്പ്, ട്രേഡിംഗ് ഡൗൺ ആൻഡ് ഓൾസോ ഡിഫറൻസിയേഷൻ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് നോർമലി ആ മാർക്കറ്റിൽ സ്റ്റെബിലൈസ്ഡ് ആവും. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ പ്രൈസ് വോഴ്സ് സംഭവിക്കും. നമ്മളുടെ പോലത്തെ പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന വേറെ കമ്പനി ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, കുറച്ചുകൂടെ പ്രൈസ് കുറച്ചിട്ടൊക്കെ വിൽക്കും. കുറച്ച് വിൽക്കുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് കുറയും. അങ്ങനെയുള്ള ചാൻസസ് ഇവിടെ കാണാം. വെച്ചാൽ പ്രൈസ് വോഴ്സ് കാണാം. അതുപോലെ ഇൻറ്റൻസ് കോമ്പറ്റീഷൻ ആയിരിക്കും, ഇടിച്ചിടിച്ച് നിൽക്കുന്ന കോമ്പറ്റീഷൻ ആയിരിക്കും. എല്ലാവരും തമ്മിൽ അവരുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി പ്രൈസ് കുറച്ചും ഡിസ്കൗണ്ട്സ് കൊടുത്തും സാമ്പിൾസ് കൊടുത്തും എക്സ്ട്രാ ഫ്രീ 2 വാങ്ങി 1 ഫ്രീ എന്ന രീതിയിലുള്ള ഇൻറ്റൻസ് കോമ്പറ്റീഷൻ മെഷേഴ്സ്, സ്ട്രാറ്റജീസ് എല്ലാം അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും മെച്യൂരിറ്റി. അപ്പോൾ അവിടുത്തെ മേജർ ഫീച്ചേഴ്സ് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ലോ കോസ്റ്റ് ആയിരിക്കും, ബിക്കോസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. നമുക്ക് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണെന്ന് വെച്ചാൽ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ സംഭവിക്കും. കുറേ സാധനങ്ങൾ ഒരുപോലെ മാസ് പ്രൊഡക്ഷൻ എടുക്കുമ്പോൾ നോർമലി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കുറയും. Then sales volume reaches a maximum limit and attains the market saturation. സെയിൽസ് പോയിന്റ് അങ്ങ് അറ്റെത്തും, ഇനിയും വളരാത്ത ഒരു രീതിയിലുള്ള ഹൈ റേഞ്ചിലെത്തും. അങ്ങനെ സാച്ചുറേഷനിലായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റ് മൂവ് ചെയ്യുന്നത്. തേർഡ്, ഇൻറ്റൻസ് കോമ്പറ്റീഷൻ ആയിരിക്കും. കോമ്പറ്റീഷൻസ് ഫ്രം ദി ഔട്ട്സൈഡ് വേൾഡ് വളരെ കൂടുതലായിരിക്കും. അതുപോലെ പ്രൈസ് വോഴ്സും വളരെ കൂടുതലായിരിക്കും. ദെൻ റെഡ്യൂസ്ഡ് പ്രൈസ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻറ്റൻസ് കോമ്പറ്റീഷൻ. ഈ കോമ്പറ്റീഷൻ വളരെ കൂടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നോർമലി പ്രൈസ് ശരിക്കും കുറയ്ക്കേണ്ടി വരും. നമ്മുടെ കോമ്പറ്റീറ്റർ ഫേം പ്രൈസ് കുറച്ച് വിൽക്കുകയാണെങ്കിൽ നമ്മളും പ്രൈസ് കുറയ്ക്കേണ്ടി വരും. അവരുടെ പ്രൊഡക്റ്റ് മാറ്റി നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ ഓരോ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. സോ ദീസ് ആർ ദ മേജർ ഫീച്ചേഴ്സ് സീൻ ഇൻ എ മെച്യൂരിറ്റി സ്റ്റേജ്. ഇതേപോലെ ലാസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ അറ്റ് ലാസ്റ്റ് വി വിൽ ബി മൂവിങ് ടു ദി ഡിക്ലൈൻ സ്റ്റേജ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജീസ് ഇല്ലേ, എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ, അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഒന്നും എല്ലാം അഡോപ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സെയിൽസ് വോളിയം കുറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ, കണ്ടിന്യൂസ് ആയിട്ട് ഡിക്ലൈൻ ചെയ്യുമ്പോൾ ഡ്യൂ ടു കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ സംഭവിക്കുകയാണ്. കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ സംഭവിക്കുന്നതുകൊണ്ട് ഫുള്ളി നമ്മുടെ സെയിൽസ് കുറഞ്ഞ് വരികയാണെങ്കിൽ നമ്മൾ നോർമലി ഡിക്ലൈൻ സ്റ്റേജിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത് ഹെവി ഡിക്ലൈൻ ഇൻ ദ സെയിൽസ് വോളിയം. ദ മേജർ ഫീച്ചേഴ്സ് ആർ ഹെവി ഡിക്ലൈൻ ഇൻ ദ സെയിൽസ് വോളിയം, അൺഫേവറബിൾ എക്കണോമിക് ആൻഡ് പ്രൊഡക്ഷൻ കണ്ടീഷൻ. നമ്മുടെ എക്കണോമിക് കണ്ടീഷനൊക്കെ വളരെ വീക്കാവും, നമുക്ക് പ്രോഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ എക്കണോമിക് കണ്ടീഷൻ വിൽ ബി വെരി വീക്ക്, ദെൻ ദ പ്രൊഡക്ഷൻ കണ്ടീഷൻസ് വിൽ ബി വെരി ലോ, ആൻഡ് ഓൾസോ കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ വിൽ ബി ഫേസ്ഡ് ഇൻ ദ മാർക്കറ്റ് സിറ്റുവേഷൻ ആൻഡ് ചേഞ്ച് ഇൻ ദ കസ്റ്റമർ ടേക്സ്. അപ്പോൾ അതൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് മാറി കുറച്ചുകൂടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വേറൊരു പ്രൊഡക്റ്റ് വരുമ്പോൾ നോർമലി നമ്മളിൽ നിന്ന് കസ്റ്റമേഴ്സ് മാറും, അവരുടെ ടേസ്റ്റ് മാറുമ്പോൾ ദേ മൂവ് ഓൺ. ഓക്കെ, സോ ദീസ്. അപ്പോൾ ഇതിന് നമുക്കൊരു മൊബൈൽ ട്രെൻഡിൻ്റെ മൊബൈൽ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നൊരു ട്രെൻഡ് നോക്കാം. ആദ്യം നമ്മുടെ ഡയൽ പാഡുള്ള മൊബൈൽസ് വന്നിരുന്നപ്പോൾ ആദ്യം അതിന് വളരെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ അത്രയും കോമ്പറ്റീഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, വേറെ ആരും ഇല്ല മൊബൈൽസ് തരുന്നത്, അപ്പോൾ കോമ്പറ്റീഷൻ ഇല്ല. അപ്പോൾ ആദ്യം ഇൻട്രൊഡക്ഷൻ ഫേസിൽ അവർക്ക് സെയിൽസൊക്കെ കുറവാണ്, ആൾക്കാരൊന്നും വാങ്ങുന്നില്ല. പക്ഷെ പതുക്കെ അത് ഗ്രോത്ത് സ്റ്റേജിലേക്ക് എത്തി, അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു വന്നപ്പോൾ ഗ്രോത്ത് സ്റ്റേജിലേക്ക് എത്തി. അതിനുശേഷം അത് മെച്യൂരിറ്റി എത്തിയപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു, ടച്ച് സ്ക്രീൻ ആക്കി, പുതിയ പുതിയ കുറേ ഫെസിലിറ്റികൾ കൊടുത്തു വന്നു. പക്ഷേ ഇനി അതും മാറി ഒരു മൊബൈലിനേക്കാളും വെല്ലുന്ന വേറൊരു ടെക്നോളജി വരികയാണെങ്കിൽ അപ്പോൾ നോർമലി എന്ത് സംഭവിക്കും, ഈ മാർക്കറ്റ് അങ്ങ് ഡള്ളാവും. That is, it will reach to a decline stage. So, as of a human being, ഒരു പ്രൊഡക്റ്റിന് ലൈഫ് ഉണ്ട്. അതാണ് ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി ആൻഡ് ഡിക്ലൈൻ. ദീസ് ആർ ദി 4 stages in the life cycle of a product. That is called product life cycle. അപ്പം ഇത് നമ്മൾ മാർക്ക് ചെയ്യുന്ന ഒരു സിഗ്മോയിഡ് കർവായിട്ടാക്കി കിട്ടുന്നത്. എന്നുവെച്ചാൽ സെയിൽസും ടൈമും കൂടെ ആയിട്ട് നമ്മൾ ഗ്രാഫ് വരച്ച് ആദ്യം ഇങ്ങനെ കയറി വരും, പിന്നെ ഗ്രോത്ത് വരെ കയറും, പിന്നെ മെച്യൂരിറ്റി എത്തുമ്പോൾ സ്റ്റേബിൾ വരും, ഡിക്ലൈന് കുറഞ്ഞു വരും. അപ്പോൾ ഒരു സിഗ്മോയിഡ് ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ കർവ്. ഓക്കെ, നമ്മൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്തെന്ന് കണ്ടു. അപ്പോൾ ഇതിന് ചിലപ്പോൾ അഡ്വാൻറ്റേജും ഉണ്ടാവും, അതുപോലെ ഡിസഡ്വാൻറ്റേജും ഉണ്ടാവും. സോ ഇറ്റ് ഈസ് ടു ബി ഡിസ്കസ്. ദാറ്റ് ഈസ് what are the major advantages of PLC? ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഫസ്റ്റ്, സെയിൽസ് സ്റ്റാർട്ടഡ് എഗെയിൻസ്റ്റ് ടൈം ഗീവ്സ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ക്ലിയർലി. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നത് സെയിൽസ് വൈ ആക്സിസിലും ടൈം എക്സ് ആക്സിസിലും വരച്ചിട്ടാണ് നമ്മൾ കർവ് വരയ്ക്കുന്നത്. ഇങ്ങനെ വരയ്ക്കുന്നതുകൊണ്ട്, ഇങ്ങനെ ചാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് പ്രോഫിറ്റ് എത്രയാണ് കിട്ടുന്നത്, അതുപോലെ സെയിൽസ് എന്താണെന്നുള്ള ക്ലിയർലി ഓരോ സ്റ്റേജിൽ, ആദ്യം ഗ്രോത്ത് സ്റ്റേജിൽ സെയിൽസ് ടൈമിനനുസരിച്ച് എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂടുകയാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാൻ പറ്റും ആസ് വി ആർ പ്ലോട്ടിംഗ് സെയിൽസ് അഗെയിൻസ്റ്റ് ദോസ് ടൈം. ദെൻ സെക്കൻഡ് വൺ ഇസ് ദ PLC model gives a marketer the ability to formulate adequate marketing strategy and execute it. എന്ത് സ്ട്രാറ്റജി യൂസ് ചെയ്യണമെന്നുള്ളത് ഇങ്ങനെ ഒരു ഗ്രാഫ് ഉള്ളതുകൊണ്ട് ഓരോ മാർക്കറ്റേഴ്സിന് മനസ്സിലാവും, ഒരു ഫേമിന് ഐഡിയ മനസ്സിലാവും. ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ എന്തെല്ലാം ഫീച്ചേഴ്സ് അവിടെ കാണുന്നത്, കോമ്പറ്റീഷൻ കുറവാണ്, അപ്പം മാക്സിമം എങ്ങനെയെങ്കിലും ആ പ്രൊഡക്റ്റിനെ കസ്റ്റമേഴ്സിൽ എത്തിക്കുക, അതായിരിക്കും ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ചെയ്യേണ്ടത്. എന്നാൽ മെച്യൂരിറ്റിയിൽ നമ്മൾ പല സ്ട്രാറ്റജി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഫേംസിന് ഓരോരോ പുതിയ പുതിയ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യാനും ഡിസൈഡ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും പറ്റുന്നത്. ദാറ്റ് ഈസ് the second advantage of product life cycle. Next advantage is it helps firms to study the past sales and forecast future sales progression. Past sales എങ്ങനെയാണെന്ന് അറിയാനോ അതിനനുസരിച്ച് നമുക്ക് ഫ്യൂച്ചർ സെയിൽസ് എങ്ങനെയായിരിക്കും എന്ന് ഫോക്കാസ്റ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയയും പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ കൊടുക്കുന്നു. പണ്ട് ഇങ്ങനെയായിരുന്നു വന്നിരുന്നത്, അപ്പം ഇനിയുള്ള ചേഞ്ചസ് ഇങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്. ഇപ്പോൾ കൂടി വന്നു, മെച്യൂരിറ്റി എത്തി, സോ ഇറ്റ് ഇസ് ടൈം ഫോർ ദ ഡിക്ലൈൻ, സോ വി ഷുഡ് ഡു സംതിങ് എന്നൊരു ഐഡിയ കൊടുക്കാനും ഈ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ കൊണ്ട് പറ്റും. ഫോർത്ത് വൺ is to eliminate the idle or inactive products. സംടൈംസ് ചില പ്രൊഡക്റ്റിന് ആ മെച്യൂരിറ്റി എത്തുമ്പോൾ സെയിൽസ് റീച്ച് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്, സെയിൽസ് പ്രോഫിറ്റ് കിട്ടാതിരിക്കുന്നു. അങ്ങനെയുള്ള സ്റ്റേജിൽ നമുക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യണം, ആ ഒരു പ്രൊഡക്റ്റിനെ ഡ്രോപ്പ് ചെയ്ത് പുതിയ പ്രൊഡക്റ്റിലേക്ക് മാറണം, അല്ലെങ്കിൽ പുതിയൊരു സ്ട്രാറ്റജി ഡെവലപ്പ് എ ന്യൂ പ്രൊഡക്റ്റ് എന്ന ഒരു ഐഡിയയിലേക്ക് നമുക്ക് മാറാം. എന്ന് വെച്ചാൽ ഐഡിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ഐഡിയ കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ടൈമും സെയിൽസും അനുസരിച്ചാണ് ഇതെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഐഡിലാണോ, അത് ഇനാക്റ്റീവ് ആണോ, അതോ ഇഫ് ഇറ്റ് ഇസ് ആക്റ്റീവ് ആൻഡ് അതിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ, ഇതെല്ലാം
കണ്ടറിഞ്ഞ് എലിമിനേറ്റ് ചെയ്യാൻ, ചീത്ത പ്രൊഡക്ട്സിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അറ്റ് ലാസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്, ഇറ്റ് ഈസ് ഹൈലി ഹെൽപ്ഫുൾ ഇൻ ഡെവലപ്പിംഗ് ന്യൂ പ്രൊഡക്ട്സ് ആൻഡ് ഇംപ്രൂവിങ് ദ എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സ്. ന്യൂ പ്രൊഡക്ട്സിനെ ഡെവലപ്പ് ചെയ്യാൻ ഞാനൊരു സ്ട്രാറ്റജി ആയിട്ട് പറഞ്ഞിരുന്നു. മെച്യൂരിറ്റിയിലൊരു സ്ട്രാറ്റജിയാണ് ഡെവലപ്മെൻറ്റ് ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ്. അതിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അതേപോലെ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിലെ ഓരോ ചേഞ്ചസ് ആയിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷൻ, ഡിഫറൻസിയേഷൻ, കൺട്രാക്ഷൻ, ഇതെല്ലാം നമുക്ക് അഡോപ്റ്റ് ചെയ്യാനും പറ്റും. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് PLCയിൽ, വിച്ച് ആർ it gives the sales and profit clearly. It helps in formulating the sales and also the marketing strategies. Then it helps to understand or forecast the sales for the future. It helps in eliminating the inactive or the idle products. It helps in developing new product and also improve the existing product. These are major advantages. അപ്പോൾ അഡ്വാൻറ്റേജസ് പോലെ തന്നെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിന്. കൂടാതെ ഫസ്റ്റ് വൺ is it is just an hypothesis or an assumption. നമുക്ക് പറയാം പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഒരു അസംഷൻ മാത്രമാണ്, അല്ലാതെ ശരിക്കും ഒരു പ്രൊഡക്റ്റ് ഗ്രോത്ത് വരും, ഇൻട്രഡക്ഷൻ വരുന്നു, ഗ്രോത്ത് വരുന്നു, മെച്യൂരിറ്റി ചെയ്യുമ്പോൾ അത് കഴിയുമ്പോൾ ഡിക്ലൈൻ ചെയ്യുമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ ആപ്പിളിൻ്റെ സെയിൽസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് എത്രയോ നാളുകളായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഗ്രോത്ത് നടക്കുന്നു, പിന്നെ മെച്യൂരിറ്റിയിൽ അത് നീങ്ങിക്കൊണ്ടേയിരിക്കുക. മെച്യൂരിറ്റി എത്തിയിട്ടുമില്ല, അതിപ്പോഴും ഗ്രോത്തിലാണ്. പുതിയ ഇന്നോവേറ്റീവ് സ്ട്രാറ്റജി എടുത്ത് അവർ ഗ്രോത്തിലോട്ട് പോകുക, അല്ലാതെ ഡിക്ലൈൻ റീച്ച് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഇതൊരിക്കലും നമുക്ക് ഒരു എവിഡൻസിൽ പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഡിക്ലൈൻ പോയ ഒരു പ്രൊഡക്റ്റ് പിന്നെയും കയറി വരുന്ന ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. വേണ്ടാന്ന് വെച്ച് സൊസൈറ്റി ഒന്നും വാങ്ങാതെ, കസ്റ്റമേഴ്സ് ഒന്നും വാങ്ങാതെ പോയി ഡിക്ലൈൻ എത്തിയിട്ട്, പക്ഷെ പിന്നെ അവരുടെ സ്ട്രാറ്റജി, അവർ ചിലപ്പോൾ ഡിക്ലൈൻ സ്റ്റേജിൽ സ്ട്രാറ്റജി എടുത്തിട്ടും റേസ് ചെയ്യുന്ന പ്രൊഡക്ട്സുകളുണ്ട്. സോ ദർ ഈസ് നോ എവിഡൻസ് ദാറ്റ് ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഈസ് ഇൻ ദിസ് വേ. Sometimes it can take another way also. So this is only a hypothesis or an assumption we can tell, and not really. Okay, then it is not easy to differentiate into various stages from introduction to decline. നമ്മളിങ്ങനെ ഇത്രയും ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ കഴിയും, ഗ്രോത്ത് കഴിയും, പിന്നെ മെച്യൂരിറ്റി എത്തും, ഡിക്ലൈൻ എത്തും എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാണ് ഗ്രോത്ത് കഴിയുന്നത്, എന്നാണ് മെച്യൂരിറ്റി റീച്ച് ചെയ്യുന്നത്, ഡിക്ലൈനിലേക്ക് മൂവ് ചെയ്യുന്നത് എന്നൊന്നും നമുക്ക് കറക്റ്റായിട്ടൊരു പ്രൊഡക്റ്റിൻ്റെ മാർക്ക് ചെയ്ത് മാറ്റാൻ പറ്റത്തില്ല. ഇത്രയും ഈ സ്റ്റേജാണ്, ഇത്രയും ആ സ്റ്റേജാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അതിനൊരു ക്ലിയർ കട്ട് ഡിഫറൻസിയേഷൻ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് എ സെക്കൻഡ് ലിമിറ്റേഷൻ. തേർഡ് വൺ ഈസ് PLC reads only the variation in sales and profit. പ്രോഫിറ്റും സെയിൽസും മാത്രമല്ലേ നോക്കുന്നത്. ഇപ്പോൾ ടൈമിന് അഗെയിൻസ്റ്റ് സെയിൽസ് ഇട്ട് അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് മാത്രം അറിയുന്നത്. എന്നാൽ ചില അതർ ഫാക്ടേഴ്സ് കൊണ്ടും ചിലപ്പോൾ നമ്മുടെ ഡിക്ലൈനും മെച്യൂരിറ്റിയൊക്കെ ഉണ്ടാവാം. ചിലപ്പോൾ കസ്റ്റമറിൻ്റെ ലോയൽറ്റി കൂടുന്നതുകൊണ്ടായിരിക്കാം. സെയിൽസ് അല്ല, കസ്റ്റമറിന് വേറെ എന്തെങ്കിലും കൊണ്ട് ആണ് ഗുഡ് വില്ല് കൂടുന്നു. ഒരു കമ്പനിയുടെ ഗുഡ് വില്ല് കൂടിയാലും അവരുടെ സ്റ്റേജ് ഗ്രോത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം, സെയിൽസ് കൂടണമെന്നില്ല. അപ്പം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പല വേരിയേഷൻസും ഉണ്ടാവും. പക്ഷെ അതെല്ലാം ഇതിലൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ആസ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഓൺലി ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദി സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ദി വേരിയസ് സ്റ്റേജസ്. ആൻഡ് ദെൻ ദ ഫോർത്ത് വൺ ഇസ് ഇറ്റ് അസ്യൂംസ് ദാറ്റ് ഓൾ products finally reach a decline stage after passing through the growth and maturity. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതൊരു അസംഷൻ മാത്രമാണ്. പക്ഷെ ഗ്രോത്തും മെച്യൂരിറ്റിയും കഴിഞ്ഞാൽ പിന്നെ ഡിക്ലൈനിലേക്ക് എത്തുന്നേ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ പല പ്രൊഡക്റ്റും അങ്ങനെ എത്തണമെന്നില്ല. ഡിക്ലൈൻ സ്റ്റേജ് ഇല്ലാത്ത പല പ്രൊഡക്റ്റും ഉണ്ട്. ഫോർ എക്സാമ്പിൾ കുറേ മെഡിസിൻസ് എല്ലാം, ഇപ്പോൾ വിക്സ് അല്ലെങ്കിൽ അമൃതാഞ്ജൻ അങ്ങനത്തെ മെഡിസിൻസും, അതേപോലെ ലോങ് ലീവ് ആയിട്ടുള്ള ഇൻടേക്ക് മെഡിസിൻസും ഉണ്ട്. ഈ മെഡിസിൻസിനൊന്നും അതും ഒരു പ്രൊഡക്റ്റാണ്. ബട്ട് ദാറ്റ് പ്രൊഡക്റ്റ് ഡസിൻ ഗോസ് ടു എ ഡിക്ലൈൻ സ്റ്റേജ്. ദേ ആർ സ്റ്റിൽ കണ്ടിന്യൂയിങ് ഇൻ ദ ഗ്രോത്ത് സ്റ്റേജ് ഇറ്റ് സെൽഫ് ഓർ ഇൻ ദ മെച്യൂരിറ്റി സ്റ്റേജ്. ഇങ്ങനെ കൂടിയോ അല്ലെങ്കിൽ സ്റ്റെബിലൈസ് ചെയ്തോ പോയിക്കൊണ്ടിരിക്കുക. സോ ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ദാറ്റ് എവറി പ്രൊഡക്റ്റ് ഷുഡ് മൂവ് ഇൻ ടു എ ഡിക്ലൈൻ സ്റ്റേജ് ആഫ്റ്റർ ദ മെച്യൂരിറ്റി സ്റ്റേജ്. There is some products with the same, like medicinal products. And the last limitation is it only considers the relationship between the sales and time of the factors. നേരത്തെ പറഞ്ഞു, ചിലപ്പോൾ കോസ്റ്റും പ്രൈസും കോമ്പറ്റീഷനും മാർക്കറ്റ് കണ്ടീഷനും ഒക്കെ സെയിൽസിനെ എഫക്റ്റ് ചെയ്യുന്ന കാരണങ്ങളാവാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ എഫക്റ്റ് ചെയ്യുന്ന കാരണങ്ങളാവാം. കോമ്പറ്റീഷൻ ആവാം, കോസ്റ്റ് ആവാം, പ്രൈസ് ആവാം, മാർക്കറ്റിലെ പല കണ്ടീഷൻസ് ആവാം. പക്ഷേ ഇതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യാതെ ജസ്റ്റ് സെയിൽസും പ്രോഫിറ്റും അല്ലെങ്കിൽ സെയിൽസ് അഗെയിൻസ്റ്റ് ടൈം മാത്രമാണ് നോക്കുന്നത്. സോ ദിസ് ഈസ് ഓൾസോ ആൻ ലിമിറ്റേഷൻ ഓഫ് PLC. സോ ദ ലിമിറ്റേഷൻ ഓഫ് PLC മീൻസ്
This is just a hypothesis or an assumption. It is very hard to differentiate into the various stages of production from the introduction to the decline. Then it doesn't analyze the causes of the variations. എന്താണ് ഈ വേരിയേഷന് കാരണം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഇൻ സം പ്രൊഡക്ട്സ് ന്യൂ ഡിക്ലൈൻ സ്റ്റേജ്, മെഡിസിനൽ പ്രൊഡക്ട്സ് പോലത്തുള്ള പ്രൊഡക്ട്സിന് ഡിക്ലൈൻ സ്റ്റേജ് കാണുന്നില്ല. ആൻഡ് ഓൺലി വി കൺസിഡർ സെയിൽസ് ആൻഡ് ടൈം, whereas we don't take into consideration the price, competition or market condition for determining the sales of a product. So these are the major limitations, and before we have discussed some of the advantages of the PLC. Okay, so now we want to know how we can overcome these situations. നമ്മൾ ഓരോ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൽ ഇതെല്ലാമാണ് ഫീച്ചേഴ്സ്, ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു. എന്നാൽ ഇതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം അഡോപ്റ്റ് ചെയ്യണം ഓരോ സ്റ്റേജസിലുള്ളത്, ദാറ്റ് ഈസ് ബീയിങ് ഡിസ്കസ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വി വോണ്ട് ടു നോ ഇറ്റ് ഈസ് ഡൺ ബൈ ദി പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ്. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ പ്രോപ്പർലി മാനേജ് ചെയ്താൽ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിൽ ഒരിക്കലും ഡിക്ലൈനിലേക്ക് എത്തിക്കാതിരിക്കാം, അല്ലെങ്കിൽ ഗ്രോത്ത് സ്റ്റേജിൽ തന്നെ നിലനിർത്താം, ഓർ മെച്യൂരിറ്റി സ്റ്റേജിൽ നിലനിർത്താം. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യേണ്ടത്? സോ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ് ഓർ PLCM deals with the strategies adopted by a firm to manage the product in the target market as the product passes through the various stages of product life cycle. എങ്ങനെ പ്രൊഡക്റ്റിനെ മാനേജ് ചെയ്യണം ഒരു ഫേം എന്നാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പല പ്രൊഡക്റ്റ് മിക്സുകൾ നമ്മൾ പഠിച്ചില്ലേ, പ്രൊഡക്റ്റ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രൊമോഷൻ, പ്രൊഡക്റ്റ് പ്ലേസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും നമ്മൾ പഠിച്ചില്ലേ, 4 P's ഓഫ് പ്രൊഡക്റ്റ് മിക്സ്. അപ്പം ഇതാണ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മിക്സിൻ്റെ 4 P's. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സ്റ്റേജിലും റിക്കവർ ചെയ്യേണ്ടത്. സോ we want to discuss each stage wise. First we will discuss about the introduction phase. ഇൻട്രൊഡക്ഷൻ ഫേസിലൂടെ പാസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കണം അവരുടെ പ്രൊഡക്റ്റ് മിക്സ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മിക്സ് ഡിസൈൻ ചെയ്യേണ്ടത്. ഓഫ് വിച്ച് പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കണം, നമ്മൾ ക്വാളിറ്റി സ്പെസിഫിക്കേഷൻസിനനുസരിച്ചുള്ള പ്രൊഡക്റ്റും അത് സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രൊഡക്ട്സും ആയിരിക്കണം ഇൻട്രൊഡക്ഷൻ ഫേസിൽ കൊടുക്കുന്നത്. അതേപോലെ ട്രേഡ് മാർക്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. ട്രേഡ് മാർക്സ് ഒബ്റ്റെയിൻ ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആക്കി വയ്ക്കുക. ഇഫ് ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മളൊരു ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ഓൾവേസ് ഗെറ്റ് എ മാർക്കറ്റ് ഷെയർ, ഒരു മാർക്കറ്റിൽ നല്ലൊരു പൊസിഷൻ കിട്ടും, ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രൊഡക്റ്റിന്. സോ ഇറ്റ് വോണ്ട് റീച്ച് അപ് ടു എ ഡിക്ലൈൻ സ്റ്റേജ് സൂൺ. സോ ദാറ്റ് ഈസ് ദ തിങ് ദാറ്റ് വി ക്യാൻ ഡൂ ഇൻ എ പ്രൊഡക്റ്റ്. അപ്പോൾ പ്രൈസിൽ എന്താ ചെയ്യാൻ പറ്റുക, ലോ പെനട്രേഷൻ പ്രൈസ് അല്ലെങ്കിൽ ഹൈ സ്കിം പ്രൈസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 2 സ്ട്രാറ്റജി യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ പെനട്രേഷൻ പ്രൈസ് ആയിട്ട് മാർക്കറ്റ് കൂടുതൽ ഗെയിൻ ചെയ്യാം. എന്നുവെച്ചാൽ പെനട്രേഷൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ വളരെ മിനിമം കോസ്റ്റിൽ നമ്മുടെ പ്രൊഡക്ട്സ് കൊടുക്കുക, പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോ കോസ്റ്റിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, വിച്ച് വാസ് ടേക്കൺ ബൈ ദി റിലയൻസ് ജിയോ. അതർവൈസ് വി ക്യാൻ യൂസ് ഹൈ സ്കിം പ്രൈസിങ്. ഹൈ സ്കിം പ്രൈസിങ് എന്ന് പറഞ്ഞാൽ സ്കിമ്മിങ്, നമ്മുടെ ക്രീം പോലെ നല്ല ഹൈ പ്രൈസിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പം അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇനീഷ്യൽ കോസ്റ്റ് ആദ്യം തന്നെ റിക്കവർ ചെയ്യാൻ പറ്റും. നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയായി, അതുപോലെ പ്രൊമോഷൻ കോസ്റ്റ് എത്രയായി, അതെല്ലാം റിക്കവർ ചെയ്യാൻ പെട്ടെന്ന് സംഭവിക്കേണ്ടതാണ് സ്കിമ്മിങ് പ്രൈസ്. ആ സ്ട്രാറ്റജിയും യൂസ് ചെയ്യാം. പക്ഷേ അത് നമ്മുടെ പ്രൊഡക്റ്റിനെ ക്വാളിറ്റിയുടെ ബേസ് ചെയ്തായിരിക്കും. ഇപ്പോൾ ആപ്പിൾ അതുപോലെ വലിയ വലിയ കമ്പനികൾക്കൊക്കെ പുതിയൊരു പ്രൊഡക്റ്റ് വരുമ്പോൾ അവർക്ക് സ്കിമ്മിങ് പ്രൈസ് യൂസ് ചെയ്യാം. ബിക്കോസ് ഇറ്റ് ഗീവ്സ് ദറ്റ് പ്രൊഡക്റ്റ് എ പ്രൈസ് പ്രീമിയം, ഒരു പ്രീമിയം കൊടുക്കുന്നുണ്ട്. ആ പ്രൊഡക്റ്റ് അടിപൊളി പ്രൊഡക്റ്റാണ് എന്നൊരു ഐഡിയ ആൾക്കാർക്ക് കിട്ടില്ലേ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് സ്കിമ്മിങ് സ്ട്രാറ്റജിയും യൂസ് ചെയ്യാം. തേർഡ് വൺ ഇസ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു പ്ലേസ് എങ്ങനെയായിരിക്കണം, നമുക്ക് ഫേം സെലക്റ്റീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉള്ള മെത്തേഡ്സ് യൂസ് ചെയ്യണം. ആൻഡ് ഇൻ പ്രൊമോഷൻ വി വോണ്ട് ടു പ്രൊമോട്ട് ദാറ്റ് ബൈ ക്രിയേറ്റിംഗ് എൻ അവെയർനെസ്. നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, അത് ഇതെല്ലാമാണ് എന്ന രീതിയിലുള്ള അവെയർനെസ് കൊടുക്കാനും സാധിക്കണം ഇൻട്രൊഡക്ഷൻ ഫേസിൽ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഫേസിൽ നമ്മൾ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കുക, അതുപോലെ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കണം. ട്രേഡ് മാർക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റിനെ ഒരു ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതേപോലെ പെനട്രേഷൻ സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഹൈ സ്കിം സ്ട്രാറ്റജി ഫോർ ദ ക്വാളിറ്റി പ്രൊഡക്ട്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഡിസ്ട്രിബ്യൂഷൻ നല്ല ബെസ്റ്റ് ആയിരിക്കണം ടു റീച്ച് ദി സെലക്റ്റീവ് കസ്റ്റമേഴ്സ് അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് അറ്റ് ദ റൈറ്റ് പ്ലേസ്. ആൻഡ് ഓൾസോ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഷുഡ് ബി കോൺസെൻട്രേറ്റിംഗ് ഓൺ പ്രൊവൈഡിംഗ് ഓർ ക്രിയേറ്റിംഗ് അവെയർനെസ് അബൌട്ട് അവർ പ്രൊഡക്റ്റ് ടു ദി consumer. So these are the strategies or the management that should be taken in the 4 P's in the introductory stage of a product.
സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് വരുന്ന ഗ്രോത്ത് സ്റ്റേജിൽ നമ്മൾ എന്തെല്ലാമാണ് 4P'സിൽ ചെയ്യേണ്ടത്? ദാറ്റ് ഇസ് ഇൻ പ്രൊഡക്റ്റ് ദ ക്വാളിറ്റി ഷുഡ് ബി ഇംപ്രൂവ്. ആദ്യം ഉണ്ടാക്കിയ ക്വാളിറ്റി സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ് ഇൻട്രൊഡക്ടറി ഫേസിൽ. എന്നാൽ ആ ക്വാളിറ്റി കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്ത് കൂടുതൽ ബെനിഫിറ്റും സർവീസസും ഒക്കെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ ശ്രമിക്കണം ഒരു ഗ്രോത്ത് സ്റ്റേജിൽ. എന്നാൽ മാത്രമേ കസ്റ്റമേഴ്സ് ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യുള്ളൂ. ദെൻ ദ പ്രൈസിങ് നമ്മൾ സ്റ്റേബിൾ ആക്കണം. ഇനി പെനട്രേഷനോ സ്കീമിംഗ് പ്രൈസോ അഡോപ്റ്റ് ചെയ്യാതെ സ്റ്റേബിൾ പ്രൈസിലേക്ക് മൂവ് ചെയ്യണം. Then in distribution, the firm expands the distribution network. കൂടുതൽ ഇപ്പം മാർക്കറ്റിനെ പറ്റി അറിഞ്ഞു കഴിയുമല്ലോ ഇൻട്രൊഡക്ഷൻ ഫേസിൽ. അപ്പോൾ കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വെച്ചിട്ട് പ്രൊഡക്റ്റ് റീച്ച് ചെയ്യിപ്പിക്കുക. എവിടെയും ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് എവിടെയാണോ വേണ്ടത് അവിടോട്ട് പ്രൊഡക്റ്റ് എത്തിക്കാൻ ശ്രമിക്കുക ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് ഫോർത്ത്, പ്രൊമോഷൻ. വി വോണ്ട് ടു ഗിവ് ഹയർ പ്രൊമോഷൻ. നല്ല എക്സ്പെൻഡിച്ചർ, ഹെവി എക്സ്പെൻഡിച്ചർ ഈസ് റിക്വയർഡ് ഓൺ ദ പ്രൊമോഷൻ ടു റീച്ച് ദ എൻ്റെ ടാർഗറ്റ് മാർക്കറ്റിനെ റീച്ച് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊമോഷണൽ സ്ട്രാറ്റജീസും നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. സോ ദിസ് ഈസ് വാട്ട് ഇസ് ടു ബി ഡൺ ഇൻ ദ ഗ്രോത്ത് ഫേസിൽ ചെയ്യേണ്ട ഓരോ സ്ട്രാറ്റജീസാണ്: ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ്, give extra benefits and also services to the customers, then maintain a stable price for the product, then the distribution channel should be in such a way that to reach the more customers as the demand also increases, then we want to give high expenditure on the promotional activities to reach the entire target market. നെക്സ്റ്റ് സ്റ്റേജ് ഇസ് എ മെച്യൂരിറ്റി ഫേസിൽ നമ്മൾ എന്തെല്ലാം നോക്കേണ്ടത്? ഇതേപോലെ 4P'സിൽ തന്നെയാണ് മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് ഇൻ പ്രൊഡക്റ്റ് വി വോണ്ട് ടു ഡു സം ഓഫ് ദ സ്ട്രാറ്റജീസ് ലൈക്ക് എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ, ഓൾട്രേഷൻ, ഡിഫറൻസിയേഷൻ. അങ്ങനെ നമ്മൾ സെയിൽസ് വോളിയം കൂട്ടാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ള സ്ട്രാറ്റജീസ് ദാറ്റ് വി ഹാവ് ഡിസ്കസ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്, ആ സ്ട്രാറ്റജീസ് എല്ലാം അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇൻ കേസ് ഓഫ് എ പ്രൊഡക്റ്റ്. ആൻഡ് ഇൻ പ്രൈസിങ് വി വോണ്ട് ടു ലോവർ ദ പ്രൈസ് ടു ബീറ്റ് ദി കോമ്പറ്റീഷൻ കൂടും. ദാറ്റ് വി ഹാവ് ഡിസ്കസ്. മെച്യൂരിറ്റി ഫേസിൽ മാക്സിമം കോമ്പറ്റീഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പ്രൈസ് കുറച്ച് ആ മാർക്കറ്റിലെ കോമ്പറ്റീഷൻ ബീറ്റ് ചെയ്ത് നിൽക്കുക. ദെൻ ഇൻ ഡിസ്ട്രിബ്യൂഷൻ വി വോണ്ട് ടു യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇൻസെൻറ്റീവ്സ് ആർ ടു ബി ഗിവൺ ടു ദോസ് കസ്റ്റമേഴ്സ് ഹു ബൈ അവർ പ്രോഡക്റ്റ്. നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നവർക്ക് പ്രത്യേകം പ്രീമിയം കാർഡ്, പ്രീമിയം മെമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആമസോണിലെ പ്രൈം മെമ്പേഴ്സൊക്കെ ആവാൻ പറ്റും. അതെല്ലാം അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ ചെയ്യുന്ന പക്ഷേ മെച്യൂരിറ്റി റീച്ച് ചെയ്തു അവർ. ആമസോണിലാന്ന് വെച്ചാൽ മെച്യൂരിറ്റി റീച്ച് ചെയ്തു. സോ ദേ ആർ യൂസിങ് എ മാസ് ഡിസ്ട്രിബ്യൂഷൻ ഓൾസോ. അപ്പോൾ അതിൻ്റെ കൂടെ അവർ ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ കൂപ്പൺസ് എന്നുള്ള രീതിയിൽ നമ്മളെ എൻകറേജ് ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രൈം കസ്റ്റമേഴ്സ് ആക്കി കൊടുക്കുന്നുണ്ട്. സോ സച്ച് സ്ട്രാറ്റജീസ് ആർ ടു ബി ടേക്കൺ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് ഇൻ പ്രൊമോഷൻ നമ്മൾ നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ആയിട്ടുള്ള പ്രൊമോഷൻ കൊടുക്കണം. പല പ്രൊഡക്റ്റിലേക്ക് നമ്മൾ മാറണം. പ്രൊഡക്റ്റിന് എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്താം, അങ്ങനെ മാറ്റിയിട്ട് വേണം നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ മീറ്റ് ചെയ്യാൻ. അല്ലാതെ പ്രൈസ് ഒന്നും കുറച്ചിട്ടൊന്നും ആ സ്റ്റേജിൽ ചാൻസ് ഇല്ല. എന്നാൽ ഗ്രോത്ത് സ്റ്റേജിൽ നമ്മൾ പ്രൈസ് കുറച്ചിട്ടാണ് നമ്മുടെ പ്രൈസിങ്ങിൽ ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ പ്രൈസ് കുറയ്ക്കണം, പക്ഷെ പ്രൊമോഷനിൽ നമ്മൾ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ആയിരിക്കണം യൂസ് ചെയ്തത്. അല്ലാതെ ഹയർ എക്സ്പെൻഡിച്ചർ ഒന്നും കൊടുത്തിട്ട് കാര്യം ഉണ്ടാവത്തില്ല. ഓക്കെ, സോ ദിസ് ഇസ് ദ അബൌട്ട് ദി മെച്യൂരിറ്റി ഫേസ്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് ഇസ് ദ ഡിക്ലൈൻ ഫേസിൽ എന്തെല്ലാം പ്രൊമോഷനാണ് ചെയ്യേണ്ടത്? പ്രൊഡക്റ്റിലാണെങ്കിൽ നമ്മൾ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബ്രാൻഡ് പാക്കേജിങ്ങിലൊക്കെ ന്യൂ പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പുതിയൊരു പ്രൊഡക്റ്റ്, നമ്മുടെ പ്രൊഡക്റ്റ് എന്തായാലും ഡിക്ലൈനിലെത്തി. That means that they are not at all interested in, that is the customers have lost their interest in buying the same product. So we want to do some new product. We want to introduce some new product or complete revival of the existing product. Complete ആയിട്ട് അതിനെ മാറ്റി വേറൊരു പ്രൊഡക്റ്റ് ആയിട്ട് വേണം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അബൌട്ട് ദ പ്രൈസിങ്ങിൽ ഹൈ കട്ട് ഇൻ പ്രൈസസ് ചെയ്യണം. വളരെയധികം പ്രൈസ് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് സെയിൽസ് കൂട്ടാൻ ശ്രമിക്കണം. ഉള്ള പ്രൊഡക്റ്റിനെ എങ്ങനെയെങ്കിലും വിറ്റ് പോകാൻ വേണ്ടി നമ്മൾ നല്ല രീതി ഹൈ പ്രൈസ് കട്ട് ചെയ്യേണ്ടി വരും. ദെൻ ഇൻ ഡിസ്ട്രിബ്യൂഷൻ വി വോണ്ട് ടു കണ്ടിന്യൂ സ്ട്രാറ്റജീസ് ഓൺ ഡെലിവറിങ് ടു ലോയൽ കസ്റ്റമേഴ്സ്. ചില കസ്റ്റമേഴ്സ് ഉണ്ടാവും, ഡിക്ലൈൻ സ്റ്റേജ് ആണെങ്കിലും വാങ്ങുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇൻ പ്രൊമോഷൻ ദ ഫേംസ് റെഡ്യൂസ് കൺസിഡറബിളി ദ എമൗണ്ട് ഓഫ് പ്രൊമോഷൻ എക്സ്പെൻസസ്. കൂടുതൽ പൈസയൊന്നും പ്രൊമോഷനിൽ നമ്മൾ ചിലവാക്കാൻ പാടില്ല. സോ ദീസ് ആർ ദി മേജർ തിങ്സ് ദാറ്റ് ഷുഡ് ബി ഡൺ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിക്ലൈൻ ഫേസിൽ വേറെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ പ്രൊഡക്റ്റിനെ മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യുക, ടാർഗറ്റ് മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു ഫേമിന് നമ്മുടെ പ്രൊഡക്റ്റ് അങ്ങ് വിറ്റേക്കുക, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരിക, അല്ലെങ്കിൽ പഴയ പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് റിവൈവൽ ചെയ്യുക.
ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസാണ് നമ്മൾ ഡിക്ലൈൻ ചെയ്യേണ്ടത്. സോ ടുഡേ വി ഹാവ് ഡിസ്കസ് ദ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ product life cycle. First we have discussed what is meant by product life cycle, then the 4 stages were discussed, and also the advantages and the limitations, and at last we have studied what are the major management strategies that can be taken to preserve those product അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ ഡിക്ലൈനിലെത്തിയ പ്രൊഡക്റ്റിനെ റിവൈവ് ചെയ്യാൻ എന്തെല്ലാം ചെയ്യണമെന്ന് പഠിച്ചു. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ വിത്ത് എ പോർഷൻ ബ്രാൻഡിങ്. Okay, that's all for the day. Thank you.